ദൈവനാമത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2:5 ഇങ്ങനെ വായിക്കുന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ആരുടെ വിശ്വാസം കണ്ടിട്ടാ? പക്ഷവാതക്കാരനെ ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. ചുമന്നു കൊണ്ടുവന്നവരോടല്ല പറയുന്നത്, പക്ഷവാതക്കാരനോട് ദൈവം പറയുന്നു. യേശു പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ആമേൻ. റൂട്ട് കോസിനെ പരിഹരിക്കുക. റൂട്ട് കോസിനെ പരിഹരിച്ചു കഴിഞ്ഞാൽ വിടുതലുണ്ടെന്ന് ദൈവത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ പക്ഷവാതക്കാരന്റെ സ്പിരിച്വൽ കണ്ടീഷനെ തിരിച്ചറിഞ്ഞ ദൈവം അതിന് വേണ്ടിയ ട്രീറ്റ്മെന്റ് ദൈവം കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അപ്പുറത്ത് ശാസ്ത്രിമാരിരുന്ന് വെറുവെറുക്കുന്നുണ്ട്. എന്താ അവര് പറയുന്നത്? ഇവനാരാ? ദൈവമാണോ പാപങ്ങളെ മോചിച്ചു കൊടുക്കുവാൻ? അതിനെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവർ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. അവരുടെ ചിന്തകളെ, നനവുകളെ അറിയാവുന്ന ദൈവമാ അവിടെ നിൽക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. കാരണം എന്താ? അവരുടെ ഉള്ളിൽ പരിശുദ്ധിയാത്മാവില്ല. ആത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ ഈ സത്യം മനസ്സിലാകൂ. പലർക്കും ഈ സത്യം ഇന്നും മനസ്സിലാവാതെ കിടക്കുന്ന എന്താ? ആത്മാവില്ലാത്തത് കൊണ്ടാ. യേശു ദൈവമല്ലെന്ന് ചില വ്യക്തികൾക്ക് മനസ്സിലാവാത്തതിന്റെ കാരണം യേശുവിന്റെ ആത്മാവ്, പരിശുദ്ധിയാത്മാവ് ഉള്ളിലുണ്ടെങ്കിലേ ഈ സത്യം മനസ്സിലാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ശാസ്ത്രിമാർ പിറുവിറുത്തിരുന്നത് പോലെ പിറുവിറുത്തിരിക്കത്തേയുള്ളൂ. ദൈവവചനത്തോടും ദൈവശബ്ദത്തോടും മറുത്തു നിൽക്കത്തേ ഉള്ളൂ. ആമേൻ, സ്തോത്രം. അവര് തന്നെ പറയുന്നുണ്ട്, ശാസ്ത്രിമാർക്ക് അല്പമെങ്കിലും മനസ്സിലായി. അവര് പറയുന്നുണ്ട്, ദൈവം ഒരുവനല്ലാതെ ആർക്കും പാപങ്ങളെ മോചിപ്പാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്, സാധിക്കത്തില്ലെന്നാ പറയുന്നത്. അതെ, എന്റെ യേശു ദൈവമാണെന്ന് അറിയാനും കൂടെ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ആമേൻ, സ്തോത്രം. പാപങ്ങൾക്ക് മോചനം കൊടുക്കുന്നത് മനുഷ്യന് സാധിക്കത്തില്ല. പാപങ്ങൾക്ക് മോചനം കൊടുക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ആമേൻ, സ്തോത്രം. കടന്നു വന്നാട്ടെ, ഈ വചനത്തിലേക്ക് കടന്നു വന്നാട്ടെ. റൂട്ട് കോസിനെ പരിഹരിക്കുന്ന ദൈവം. ആമേൻ, സ്തോത്രം. പക്ഷവാതക്കാരന്റെ റൂട്ട് കോസിനെ തിരിച്ചറിഞ്ഞ് പാപങ്ങൾക്ക് മോചനം കൊടുത്ത് സൗഖ്യം കൊടുത്തു കർത്താവ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങളുടെ ചില രോഗ അവസ്ഥയ്ക്ക് കാരണം മറ്റൊന്നുമല്ല, പാപമായിരിക്കാം. ഇന്ന് പകലിൽ ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ സ്വർഗത്തിന് ദൈവം ഇന്ന് ഈ പകലിൽ ദൈവം സൗഖ്യത്തെ കൽപ്പിച്ചാക്കും. പാപമാണ് മൂലകാരണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക്, യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏറ്റു പറഞ്ഞിട്ട്, അപ്പാ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം. കർത്താവെ, അറിയാതെ ചെയ്തത് പോയത്, അറിഞ്ഞുകൊണ്ട് ചെയ്തത് പോയത് ഒക്കെ ദൈവം ക്ഷമിക്കും. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്നൊന്ന് സമർപ്പണത്തോടെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ഏതെങ്കിലും പാപങ്ങളുണ്ട്, പാപസ്വഭാവങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടെ അടുത്തു വന്ന് കർത്താവിനോട് നേറ്റു പറഞ്ഞാട്ടെ. നിശ്ചയമായിട്ടും മനസ്സലിവും ദീർഘക്ഷമയുമുള്ള എന്റെ യേശുപ്പച്ചൻ നിങ്ങളോട് ക്ഷമിച്ച് ഇന്ന് ഈ പകലിൽ നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിച്ചാക്കും. അതുകൊണ്ടത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ വചനം കേൾക്കുവാൻ ഇടയായത്. പക്ഷവാതക്കാരന് സൗഖ്യം കൊടുത്ത എന്റെ യേശുപ്പൻ നിങ്ങൾക്കും സൗഖ്യം തരുവാൻ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയനെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രോഗത്തിന് കാരണം പാപമാണെങ്കിൽ എന്റെ യേശുവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് ഇന്ന് ഈ പകലിൽ അവരഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് വിടുതലിനെ കർത്താവ് കൽപ്പിച്ചാക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി. സകല മാനുമത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ ഇവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.